വനിതാ ദിനത്തിൽ ഏറെ സങ്കടം നിറഞ്ഞൊരു വാർത്തയുണ്ട്, ഒരു വനിതയുടെ വാർത്തയുണ്ട് നമ്മുടെ മുൻപിൽ. കഴിഞ്ഞ ദിവസം മക്കളെയും കൂട്ടി റെയിൽ ട്രാക്കിൽ ആത്മഹത്യ ചെയ്ത ഷൈനിയുടെ വാർത്ത ഏറ്റവും സങ്കടമായി നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. ഏറ്റുമാനൂരിലായിരുന്നു ആ സംഭവം. അവിടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഇപ്പോൾ വരുന്നത് ഷൈനിയുടെ മൊബൈൽ ഫോൺ ഇതുവരെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നതാണ്. ഈ കേസിൽ വളരെ നിർണായകമായ ഒരു തെളിവാണ് ഈ മൊബൈൽ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം ഈ മരിക്കുന്നതിന് തലേന്ന് ഫോൺ വിളിച്ചെന്നായിരുന്നു ഭർത്താവ് നോബി പറഞ്ഞിരിക്കുന്ന മൊഴി. ഈ ഫോൺ സംഭാഷണത്തിലെ ചില സംസാരങ്ങളാണ് ആത്മഹത്യയ്ക്ക് കാരണമായെന്നൊരു നിഗമനം പോലീസിനുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഫോൺ കണ്ടെത്തേണ്ടത്, അത് ശാസ്ത്രീയമായ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പോലീസിനെ സംബന്ധിച്ച്. ഈ കേസിൻ്റെ മുന്നോട്ട് പോക്കിൽ സനോജ് കൂടി ചേർന്നുകൊണ്ട് നമ്മളോടൊപ്പം വിവരങ്ങൾ നൽകാനായി. സനോജ്, ഈ വനിതാ ദിനമെന്നല്ല, ഏതൊരു ദിവസത്തിലും മനുഷ്യരുടെ മരണമെന്ന് പറയുന്നത് ഏറ്റവും സങ്കടകരമാണ്. പക്ഷേ വനിതകളുടെ ധൈര്യത്തെക്കുറിച്ചും അവരുടെ ധീരതയെക്കുറിച്ചും ഒക്കെ നമ്മൾ സംസാരിച്ച് നിൽക്കുമ്പോഴാണ് മറ്റു മാർഗ്ഗങ്ങളില്ലാതെ മരണത്തിൽ അഭയം പ്രാപിക്കേണ്ടി വന്ന ഷൈനിയുടെ സങ്കടം, ദുരന്ത കഥ നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത്. ഒപ്പം ഇതിൽ വളരെ നിർണായകമാകേണ്ട, ഈ കേസിൽ നിർണായകമാകേണ്ട മൊബൈൽ ഫോൺ എങ്ങോട്ട് പോയി എന്നൊരു സംശയമാണ് പോലീസിൻ്റെ മുൻപിലുള്ളത്. അത് കണ്ടുപിടിക്കേണ്ടതിൻ്റെ വലിയ ആവശ്യകതയുണ്ട്. ഈ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കിയാൽ കൂടുതൽ തെളിവുകൾ കേസുമായി ബന്ധപ്പെട്ട് കിട്ടും എന്നാണോ പോലീസിന്റെ ഒരു പ്രതീക്ഷ? ആ അടിസ്ഥാനത്തിലാണോ ഫോണിന് വേണ്ടി വ്യാപക തെരച്ചിൽ നടത്തുന്നത്? തീർച്ചയായിട്ടും മനു, ഈ കേസിൽ ഫോൺ ഒരു നിർണായക തെളിവ് തന്നെയാണ്. അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് 28-ാം തീയതിയാണ് ഷൈനിയും രണ്ടു മക്കളും റെയിൽവേ ട്രാക്കിന് മുമ്പിൽ ചാടി ആത്മഹത്യ ചെയ്യുന്നത്. 27-ാം തീയതി ഷൈനിയുടെ ഭർത്താവ് നോബി ഷൈനിയെ ഫോണിൽ വിളിക്കുകയും ചില മോശമായ സംസാരങ്ങൾ നടത്തുകയും ചെയ്തു എന്നുള്ളതാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഇത് നോബി പോലീസിനോട് സമ്മതിച്ചിട്ടുമുണ്ട്. അപ്പോൾ വാട്സാപ്പ് സന്ദേശങ്ങൾ നോബിയുടെ ഫോണിൽ നിന്നും പൂർണ്ണമായും ഡിലീറ്റ് ചെയ്ത നിലയിലാണ്. അതുകൊണ്ട് തന്നെ ഇത് ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കി ഇത് വീണ്ടെടുക്കാനുള്ള ഒരു പരിശ്രമമാണ് പോലീസിന്റെ ഭാഗത്തുനിന്നും നടക്കുന്നത്. ഒപ്പം തന്നെ ഷൈനിയുടെ ഫോണിലേക്ക് വന്ന വാട്സാപ്പ് സന്ദേശങ്ങൾ എന്താണ് എന്ന് കണ്ടെത്തേണ്ടതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണമുണ്ട്. അതിനുവേണ്ടിയുള്ള ഒരു തെരച്ചിലിന്റെ ഭാഗമായിട്ടാണ് ഷൈനിയുടെ ഫോൺ പോലീസ് അന്വേഷിക്കുന്നത്. എന്നാൽ ആ ഫോൺ ഈ കേസിൽ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അത് എവിടെയാണ് എന്നുള്ളതാണ് പോലീസ് പ്രധാനമായും അന്വേഷിക്കുന്നത്. ഒപ്പം തന്നെ നിലവിൽ ഈ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ്. റെയിൽവേ ട്രാക്കിൽ പരിശോധന നടത്തിയെങ്കിൽ പോലും ഈ ഫോൺ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. വീട്ടിൽ നടത്തിയ പരിശോധനയിലും ഫോൺ കിട്ടിയിട്ടില്ല. മാതാപിതാക്കളോട് ആവശ്യപ്പെട്ടപ്പോൾ ഫോൺ എവിടെയെന്ന് അറിയില്ല എന്ന മറുപടിയായിരുന്നു മാതാപിതാക്കൾ നൽകിയത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാതാപിതാക്കളുടെ മൊഴിയിൽ പോലീസിന് അത്ര തൃപ്തിയില്ല. അവരെ വിശദമായ രീതിയിൽ ചോദ്യം ചെയ്യാനുള്ള അല്ലെങ്കിൽ അവരുടെ മൊഴി രേഖപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു തീരുമാനത്തിലാണ് ഇപ്പോൾ പോലീസ് ഉള്ളത്. ഈ ഭർത്താവിന്റെ വീട്ടിൽ നിന്നും മാനസിക പീഡനം മൂലം സ്വന്തം വീട്ടിലേക്ക് വന്നപ്പോൾ സ്വന്തം വീട്ടിലും വേദനിപ്പിക്കുന്ന ചില പരാമർശങ്ങളോ വാക്കുകളോ ഉണ്ടായിരുന്നോ, അതാണോ പെട്ടെന്നുള്ള മരണത്തിന് ഇടയാക്കിയത് എന്ന തരത്തിലുള്ള കാര്യങ്ങൾ കൂടി പോലീസ് പരിശോധിക്കുന്നുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യഘട്ടത്തിൽ ഈ മരണമടഞ്ഞ, അതായത് ആത്മഹത്യ ചെയ്ത് 28-ാം തീയതി പുലർച്ചെ പോലീസിന് ഏറ്റുമാനൂർ സ്റ്റേഷനിലെത്തി ഷൈനിയുടെ പിതാവ് കുര്യാക്കോസ് മൊഴി നൽകിയതിനു ശേഷം പുറത്തിറങ്ങുമ്പോൾ അദ്ദേഹം മാധ്യമങ്ങളോടൊന്നും പ്രതികരിക്കാനില്ല എന്നും, ഒപ്പം തന്നെ നോബി ഷൈനിയുമായി ഫോണിൽ ബന്ധപ്പെടുകയോ അല്ലെങ്കിൽ കഴിഞ്ഞ 9 മാസക്കാലമായി യാതൊരു തരത്തിലുള്ള ബന്ധങ്ങളോ ഇടപാടുകളോ ഒന്നും ഉണ്ടായിരുന്നില്ല, ഫോൺ വിളി പോലും ഉണ്ടായിരുന്നില്ല എന്നാണ് പിതാവ് ആദ്യം പോലീസിന് നൽകിയ മൊഴി. എന്നാൽ പിന്നീട് അദ്ദേഹം പറഞ്ഞത് നോബി വിളിക്കുന്നുണ്ടായിരുന്നെന്നും വിളിച്ചിരുന്നുവെന്നും അദ്ദേഹം പറയുന്നു. അപ്പോൾ ഇത്തരത്തിൽ രണ്ട് വ്യത്യസ്തമായ മൊഴികൾ നൽകുമ്പോൾ അതിന്റെ ഒരു വസ്തുത എന്താണ് എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു വിശദമായ പരിശോധന പോലീസ് നടത്തുന്നുണ്ട്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് മാതാപിതാക്കളെ കൂടി വീണ്ടും വിളിച്ചു വരുത്തി മൊഴിയെടുക്കാൻ വേണ്ടി പോലീസ് നീക്കം നടത്തുന്നത്. സ്വന്തം വീട്ടിലും ഷൈനിക്ക് മാനസിക സമ്മർദ്ദം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടോ എന്നാണ് പോലീസ് പ്രധാനമായും പരിശോധിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് മാതാപിതാക്കളുടെ മൊഴിയെടുക്കാനുള്ള തീരുമാനം. മനു, ശരി. സനോജ് കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. നോക്കാം എന്തായാലും പോലീസിന്റെ അന്വേഷണം ഏത് വഴിക്ക് മുന്നോട്ട് പോകുമെന്ന വിവരങ്ങളാണ് സനോജ് നൽകിയത്.